മിസൈലുകളെക്കാൾ വേഗത്തിൽ വൻ ശക്തികളെ തകർത്തെറിയാൻ പുതിയ യുദ്ധമുറയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള പോരാട്ടം ഇന്ന് മിസൈലുകളിലും ഡ്രോണുകളിലും മാത്രം ഒതുങ്ങുന്നില്ല. അത് ഡിജിറ്റൽ സാമ്പത്തിക ലോകത്തെ അദൃശ്യമായ അതിരുകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ദശകങ്ങളായി തുടരുന്ന ഏകപക്ഷീയമായ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ നട്ടെല്ലൊടിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ പതറാതെ നിൽക്കാൻ ഇറാൻ കണ്ടെത്തിയ അത്യാധുനികമായ സാമ്പത്തിക കോട്ടയാണ് ക്രിപ്റ്റോ കറൻസി. അമേരിക്ക ഇസ്രായേൽ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ ഇറാനിലെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്നുണ്ടായ $10 മില്യൺ പണമൊഴുക്ക് വെറുമൊരു കണക്കല്ല, മറിച്ച് ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ ഭേദിക്കാനുള്ള ഒരു ജനതയുടെ നിശ്ചയദാർഢ്യമാണ്. സാധാരണ പൗരന്മാർ മുതൽ ഭരണകൂടം വരെ തങ്ങളുടെ അധ്വാനത്തിന്റെ വില സുരക്ഷിതമാക്കാൻ ഡിജിറ്റൽ വാലറ്റുകളെ അഭയം പ്രാപിക്കുമ്പോൾ പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങളെക്കാൾ കരുത്തുള്ള ഒരു സമൃദ്ധ വാൽവായി ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ മാറുകയാണ്. ഇത് കേവലം അതിജീവനമല്ല, മറിച്ച് ആധുനിക സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക വേട്ടയാടലുകൾക്കെതിരെയുള്ള ഇറാന്റെ ഡിജിറ്റൽ വിപ്ലവമാണ്. ബ്ലോക്ക് ചെയിൻ അനലിറ്റിക്സ് സ്ഥാപനങ്ങളായ ചൈനാലിസിസ്, എലിപ്റ്റിക് എന്നിവ പുറത്തുവിട്ട വിവരങ്ങൾ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലെ ഡിജിറ്റൽ സാമ്പത്തിക മാറ്റങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ആരംഭിച്ച നിമിഷം മുതൽ രാജ്യം ഒരു അഭൂതപൂർവമായ ഡിജിറ്റൽ പലായനത്തിനു സാക്ഷ്യം വഹിച്ചു. ശനിയാഴ്ച ആക്രമണങ്ങൾ ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാനിയൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്നുള്ള പണമൊഴുക്ക് കുത്തനെ ഉയർന്നു. ഇറാനിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമായ നോബിടെക്സിൽ നിന്നുള്ള കണക്കുകൾ ഈ പ്രതിഭാസത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. വെറും ഒരു മണിക്കൂറിനുള്ളിൽ $2.89 മില്യൺ ഈ എക്സ്ചേഞ്ചിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയത്. ഇത് സാധാരണ ദിവസങ്ങളിലെ ഏറ്റവും ഉയർന്ന മണിക്കൂർ നിരക്കിനേക്കാൾ 8 ഇരട്ടി കൂടുതലാണ്. ആക്രമണ വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇടപാടുകളുടെ അളവിൽ 700% അമ്പരപ്പിക്കുന്ന കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 48 മണിക്കൂർ പിന്നിട്ടപ്പോൾ ഏകദേശം $10.3 ബില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ ഇറാനിയൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മാറ്റപ്പെട്ടതായി ചൈനാലിസിസ് സ്ഥിരീകരിച്ചു. ഇറാനിലെ പണപ്പെരുപ്പവും പ്രാദേശിക കറൻസിയായ റിയാലിന്റെ മൂല്യത്തകർച്ചയും പൗരന്മാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ USDT പോലുള്ള സ്റ്റേബിൾ കോയിനുകൾ അവർക്ക് ഡോളറിന് പകരമായി മാറുന്നു. സ്വിഫ്റ്റ് പോലുള്ള ആഗോള ബാങ്കിംഗ് സംവിധാനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ കടന്നുള്ള ഇടപാടുകൾക്ക് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഒരു കച്ചിത്തുരുമ്പാണ്. 2025 കണക്കുകൾ പ്രകാരം ഇറാനുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ ഇടപാടുകൾ $8 ബില്യൺ മുതൽ $10 ബില്യൺ വരെയാണ്. ഇത് രാജ്യത്തിന്റെ എണ്ണ വരുമാനവുമായി, അതായത് $53 ബില്യൺ താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ഉപരോധം മറികടക്കാനുള്ള തന്ത്രപരമായ നീക്കമായി ഇതിനെ പാശ്ചാത്യ രാജ്യങ്ങൾ കാണുന്നുണ്ട്. സൈബർ ആക്രമണങ്ങൾ, ആഭ്യന്തര അസ്ഥിരത അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ എന്നിവയുണ്ടാകുമ്പോൾ സെൻട്രലൈസ്ഡ് ബാങ്കിംഗ് സംവിധാനങ്ങളെക്കാൾ ആളുകൾ വികേന്ദ്രീകൃത ധനകാര്യത്തെ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ $10 മില്യൺ ഒഴുക്ക് ആധുനിക യുദ്ധമുറകളിൽ ഡിജിറ്റൽ ആസ്തികൾ എത്രത്തോളം നിർണായകമാണെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പരമ്പരാഗത സാമ്പത്തിക വ്യവസ്ഥകൾ തകരാമെങ്കിലും വികേന്ദ്രീകൃതമായ ക്രിപ്റ്റോ ശൃംഖലകൾ ഇറാന്റെ അതിജീവനത്തിന് കരുത്തുറ്റ ഒരു സമ്മർദ്ദ വാൽവായി മാറുകയാണ്. ഇറാനെതിരായ US അന്വേഷണങ്ങൾ കർശനമാകുമ്പോഴും ഡിജിറ്റൽ ആസ്തികൾ നിയന്ത്രിക്കുക എന്നത് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. യുദ്ധകളത്തിലെ മിസൈലുകളെക്കാൾ വേഗത പണം ഡിജിറ്റൽ വാലറ്റുകളിലൂടെ അതിർത്തി കടക്കുന്നു. ആഗോള സാമ്പത്തിക ക്രമം മാറുമ്പോൾ ഉപരോധിക്കപ്പെട്ട രാജ്യങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികൾ ഒരു സാമ്പത്തിക കവചമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.